നിങ്ങൾ എന്നെ കാണുന്നുണ്ട്, പക്ഷെ എന്നെ കാണുന്നില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെയാണ്. എന്നെ അല്ല നിങ്ങൾ കാണുന്നത്. ഭഗവാൻ പലരെയും വധിക്കുന്നത് നിങ്ങൾ കാണുന്നു, പക്ഷേ ഭഗവാൻ ഹിംസ ചെയ്യുന്നില്ല. അപ്പൊ ഹിംസ എന്താണ് എന്ന് നമ്മൾ പഠിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങൾ അറിയാതിരിക്കുന്നതിന്റെ പ്രശ്നമാണ് നമ്മുടെ ധർമ്മത്തോട് നമുക്ക് കൂറില്ലാതെ പോകുന്നതിന്റെ കാരണം. അപ്പൊ കൃഷ്ണൻ ചെയ്തതോ, കൃഷ്ണൻ കംസനെ വധിക്കാതിരുന്നു എങ്കിൽ അതാണ് ഹിംസ. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ രാമനെ വധിക്കാതിരുന്നുവെങ്കിൽ അതാണ് ഹിംസ. അവിടെ ഹിംസ ചെയ്യപ്പെടുന്ന എന്താണ്? ധർമ്മം. അപ്പൊ ധർമ്മത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഹിംസയാണോ അഹിംസയാണോ എന്ന് തീരുമാനിക്കേണ്ടത്. ധർമ്മം നിലനിർത്തുവാൻ ഒരാളിനെ വധിക്കുന്നതാണ് ഉപായമെങ്കിൽ, അതല്ലാതെ മറ്റൊരു ഉപായം ഇല്ലാതെ വരുമ്പോൾ വധിക്കുന്ന കാര്യമാണ്. നാളെ അടുത്ത് എല്ലാവരും ഇവിടെ ഒരു സ്വാമി വന്നാലും മറ്റുള്ളവരെയൊക്കെ കൊല്ലാൻ വേണ്ടി പറഞ്ഞിട്ട് പോയെന്നൊന്നും പറഞ്ഞോളരുത്. കൊല്ലാം, ഒരു പ്രശ്നമില്ല. നിങ്ങളൊക്കെ പോയി ഇഞ്ചക്ഷൻ എടുക്കുന്നില്ലേ? എത്ര പേരാണ് ചാവുന്നത്? നിങ്ങളുടെ ശരീരത്തിൽ സുഖമായിട്ട് ജീവിക്കുന്ന അണുക്കൾ എത്രയോ ചാവുന്നു, ഇല്ലേ? ബാക്ടീരിയകൾ എത്രയോ ചാവുന്നില്ലേ? കൊതുകിനെ കൊല്ലാൻ വേണ്ടി നിങ്ങൾ എത്രയോ സാധനങ്ങൾ വീട്ടിൽ വെച്ചിട്ടില്ലേ? ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട്, ഇല്ലേ? കൊല്ലുക. അപ്പോ എന്താണ് ഈ ഹിംസ, എന്താണ് ഈ അഹിംസ? അപ്പൊ കൊല്ലാതിരിക്കുന്നതും ചിലപ്പോൾ ഹിംസയാണ്. കൊല്ലേണ്ടതിനെ കൊല്ലണം എന്നാണ്. നമ്മൾ അതിർത്തിയിൽ പട്ടാളക്കാരെ അയച്ചിട്ടുണ്ട്. എന്തിനാ? കടന്നു വരുന്ന ആക്രമണകാരികളെ ആശ്ലേഷിക്കാനാണോ? അവർക്ക് പട്ടും പർവ്വതാനിയും ഒക്കെ വിരിച്ച് സ്വീകരിക്കാനാണോ? ബൊക്കയും ഗാർലൻഡും ഒക്കെ കൊടുത്ത് അവരെ എന്താ പൂജിക്കാനാണോ? അല്ലല്ലോ. അതിന് ഇത്രയും ആയുധങ്ങൾ വേണമോ? അപ്പൊ ഈ രാജ്യത്തിലെ ജനതയെ, രാജ്യത്തിന്റെ സംസ്കാരത്തെ സംരക്ഷിക്കുവാൻ ശത്രുവിനെ വധിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്ന് വരുമ്പോൾ അത് യാതൊരു സങ്കോചവും കൂടാതെ, സംശയവും കൂടാതെ ചെയ്യാനാണ് കൃഷ്ണൻ പറഞ്ഞതും കൃഷ്ണൻ ചെയ്തതും. പക്ഷെ 3 കാര്യങ്ങൾ അതിനു മുമ്പ് നമ്മൾ നോക്കണം. ഏതാണ്? സാമം, ദാനം, ഭേദം, ദണ്ഡം. ഈ ദണ്ഡം എന്ന് പറയുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ വധം. സാമവും പരാജയപ്പെട്ട്, ദാനവും പരാജയപ്പെട്ട്, ഭേദവും പരാജയപ്പെടുമ്പോഴാണ് ദണ്ഡം വേണ്ടി വരുന്നത്. ഭർത്താവ് ഭാര്യയും മകളുമായിട്ട് നടന്നു പോകുമ്പോ ഭർത്താവിന്റെ കർമ്മം എന്താ? ബാധ്യത എന്താ? ഉത്തരവാദിത്വം എന്താണ്? ധർമ്മം എന്താണ്? ഭർത്താവ് എന്നുള്ള നിലയിൽ ഏതൊരു ഭർത്താവിന്റെയും ധർമ്മം ഭാര്യയെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇന്ന് പിള്ളേരെയൊക്കെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ പിള്ളേരൊക്കെ പറയാറില്ലേ, എങ്ങനെയുള്ള ഒരുത്തനെ വേണം? കെയറിങ് ആയിരിക്കണം. കെയറിങ് അല്ലേ? മലയാളത്തിലൊന്നും പറഞ്ഞാൽ ശരിയാവില്ല, ഇംഗ്ലീഷിൽ തന്നെ പറയണം. കെയറിങ് ആയിരിക്കണം. ഓക്കെ. അപ്പൊ എന്താ? ഒരു കരുതൽ, ഒരു ശ്രദ്ധ, നമ്മളെ സംരക്ഷിച്ചു കൊള്ളണം. ഞാൻ തെറ്റ് പറഞ്ഞാലും ശരി പറഞ്ഞാലും ശരി അവൻ സമ്മതിച്ചു കൊള്ളണം. എന്തായാലും ശരി, കെയറിങ്. അപ്പം ഭർത്താവിന്റെ ധർമ്മം ഭാര്യയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. നടന്നു പോവുകയാണ്. അച്ഛന്റെ ധർമ്മം എന്താ? മക്കളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഏതൊരു ആക്രമണത്തിൽ നിന്നും, ഏതൊരു പ്രശ്നത്തിൽ നിന്നും അവരെ മുക്തരാക്കുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകരുത്, ഭർത്താവ് ആവരുത്, അച്ഛനും ആവരുത്. നടന്നു പോകുമ്പോ ഒരു ആക്രമണകാരി വരികയാണ്, ആയുധവുമായി വരികയാണ്, തട്ടിക്കളയുമെന്നാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ പലരും നമ്മുടെ നാട്ടിലെ ഭീഷണിപ്പെടുത്തുന്നവരുണ്ട് ഇപ്പോഴും, ഇല്ലേ? പല സ്ഥലത്തുമുണ്ട്, പല പ്രസ്ഥാനത്തിലുമുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഉടനെ നമ്മളും ആയുധമെടുത്ത ആളെ വെട്ടിക്കൊല്ലുകയല്ല. ആദ്യം ഹിന്ദുവിന്റെ സംസ്കാരം അനുസരിച്ച് സാമം, സമാധാനത്തിന്റെ മാർഗം, പീസ്ഫുൾ വേ ഓഫ് സോൾവൻസി, സൊല്യൂഷൻ എന്താണ്? ആദ്യം ഒരു വഴി നോക്കുകയാണ്, പീസ്ഫുൾ. പറഞ്ഞു നോക്കുകയാണ്, എന്താണ്? നിന്നെ വേണമെങ്കിൽ ഞാൻ തൊഴാം, വേണമെങ്കിൽ കാല് പിടിക്കാം, നിന്നെ ഉപദ്രവിക്കുക എന്നുള്ളത് എന്റെ ലക്ഷ്യമല്ല. ഞങ്ങളെ അങ്ങ് വിട്ടേക്ക്, എന്റെ ഭാര്യയാണ്, എന്റെ മകളാണ്, ഞങ്ങൾ ജീവിച്ചു പൊക്കോട്ടെ. അതേത് മാർഗമാണ്? സാമം. പക്ഷെ ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഭീരുക്കളാണെന്ന് നമ്മളും വിചാരിക്കണ്ട, മറ്റുള്ളവരും വിചാരിക്കണ്ട. കാരണം ഇതൊരു ഘട്ടമാണ്, പരീക്ഷണ ഘട്ടമാണ്. നമ്മൾ പാകിസ്ഥാനോട് ചെയ്തതും അതാണ്. ആദ്യം എന്ത് ചെയ്യുമ്പോഴും നമ്മളൊരു സമാധാന ചർച്ച നമ്മൾ നടത്താറുണ്ട്, അല്ലേ? അത് ഭാരതത്തിന്റെ സംസ്കാരത്തിൽ ഉള്ളതാണ്. അങ്ങ് കേറി പിടിച്ചങ്ങ് യുദ്ധം ചെയ്യുക എന്നുള്ളതല്ല. 3 ഉപായങ്ങളും പരിഹാരമായി വരാത്ത പക്ഷം മാത്രം 4ാമത്തെ കാര്യം. ഹിന്ദു ഇന്ന് 4ാമത്തത് ചെയ്യേണ്ടുന്ന ഘട്ടത്തിലാണ് ഇവിടെ നിൽക്കുന്നത് ഭാരതം. മനസ്സിലാവുണ്ടോ? പിന്നെയോ അതുകൊണ്ടും
ഈ വരുന്ന ആക്രമണകാരി ശാന്തനാകുന്നില്ല, പിന്തിരിഞ്ഞു പോകുന്നില്ല എങ്കിൽ ദാനം, പേഴ്സ് എടുക്കുന്നു, പേഴ്സിലുണ്ടായിരുന്ന ഒരു 500 രൂപയുടെ നോട്ടെടുത്ത് കൊടുക്കുന്നു, പോയി നിനക്ക് ഇഷ്ടമുള്ളത് കുടിച്ചോ. അല്ലേ? തിന്നാനല്ല കൊടുക്കുന്ന, കുടിക്കാൻ കൊടുത്താലാണ് അത് ശാന്തമാവുക. ഇഷ്ടമുള്ളത് കുടിച്ചോ, പൊയ്ക്കോ. അതൊന്നും പറ്റില്ല. കയ്യിലുള്ള മുഴുവൻ നോട്ടും കൊടുക്കുന്നു, കഴുത്തിലുള്ളത് കൂടെ ഊരി കൊടുക്കുന്നു, പറ്റില്ല. വീണ്ടും പിന്തിരിയുന്നില്ല എങ്കിൽ പിന്നെന്താ? സാമവും ദാനവും കഴിഞ്ഞു, പിന്നെ ഭേദം. ഭേദം എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ടാണ്, ഒരു ഭീഷണിയാണ്, ത്രട്ടണിങ്ങാണ്. ഇന്ന് നമ്മുടെ മന്ത്രി പറയുന്നുണ്ട്, പ്രതിരോധ മന്ത്രിയൊക്കെ പറയുന്നുണ്ട്, എന്താണ്? ഭൂപടത്തിൽ ഉണ്ടാവില്ല എന്ന്. ഇനി ഇന്ത്യയുടെ അടുത്ത് കളിച്ചാൽ ഭൂപടത്തിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടാവില്ല എന്ന് പറയുന്നത് സാമവും ദാനവും കഴിഞ്ഞ 3ാമത്തെ ഘട്ടമാണിത്. അതുകൊണ്ടുമില്ലെങ്കിൽ അടുത്ത് ഈ പറഞ്ഞത് അങ്ങ് നടപ്പാക്കുക എന്നുള്ള ദണ്ഡം എന്ന ഭാഗത്തിലേക്കാണ്. പിന്നെ തിരിഞ്ഞും പിരിഞ്ഞും നോക്കരുത്. അവിടെ അങ്ങനെ ചെയ്യുമ്പോൾ അത് ഹിംസയല്ല. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. കൃഷ്ണന്റെ ഹിംസ അതായിരുന്നു. കൃഷ്ണൻ ചെയ്തത് അതാണ്, രാമൻ ചെയ്തത് അതാണ്. സൂചി കൊത്തുവാൻ പോലും ഇടം കൊടുക്കില്ല എന്ന് പറഞ്ഞ ഘട്ടത്തിൽ, പാണ്ഡവരെ ജീവിക്കാനേ അനുവദിക്കില്ല എന്ന് വന്ന ഒരു ഘട്ടത്തിൽ, അല്ലേ, വസ്ത്രാക്ഷേപം പോലും സഹിക്കേണ്ടി വന്ന ഒരു സമയത്ത് ആണ് പിന്നീട് യുദ്ധത്തിന്റെ ഒരു ആവശ്യവും പ്രസക്തിയും ഉണ്ടായതെന്ന് മറക്കണ്ട. പിന്നെ മറുവശത്ത് നിൽക്കുന്ന ഗുരുവാണോ, ശിഷ്യനാണോ, അനുജനാണോ, ജ്യേഷ്ഠനാണോ, അച്ഛനാണോ, അമ്മയാണോ, ഒന്നുമല്ല. ഇതിനേക്കാളൊക്കെ പ്രധാനം ധർമ്മമാണ് എന്ന് നമ്മെ പഠിപ്പിച്ച ഗ്രന്ഥമാണ് ഭഗവത്ഗീത. തസ്മാദുദ്ധിഷ്ട കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. നിശ്ചയദാർഢ്യത്തോടുകൂടി എഴുന്നേൽക്കൂ, യുദ്ധം ചെയ്യൂ എന്നാണ് പറഞ്ഞത്. ആ യുദ്ധത്തിന് പല അർത്ഥങ്ങളുണ്ട്, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്തായാലും അർജുനൻ ചെയ്തത് അത് തന്നെയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഹിംസ എന്ന് പറയുന്നത് ഇവിടെ വളരെ വ്യക്തമായി. ഹിംസയാണോ രാമൻ ചെയ്തത്? ഹിംസയാണോ കൃഷ്ണൻ ചെയ്തത്? അല്ല. അപ്പൊ സാമം, ദാനം, ഭേദം, ദണ്ഡം, ഇത് കഴിഞ്ഞാൽ പിന്നെ ദണ്ഡത്തോടുകൂടി അതങ്ങ് തീരണം. അപ്പൊ അങ്ങനെ ഒരു സംസ്കാരം നമുക്കുണ്ടാകണം, പ്രതികരണശേഷി നമുക്കുണ്ടാകണം, ബ്രഹ്മ തേജസ് നമുക്കുണ്ടാകണം, ക്ഷാത്ര വീര്യം നമുക്കുണ്ടാകണം. അതാണ് ഭഗവാൻ കൃഷ്ണൻ അവസാനമായി ഭഗവത്ഗീതയിൽ ഈ പാർത്ഥേശ്വരൻ പറഞ്ഞത്. എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവാ നീതിർ മതിർ മമ. യോഗേശ്വരനായ കൃഷ്ണൻ മാത്രം ഉണ്ടെന്ന് വിചാരിച്ച് ഒരു ധർമ്മം ഇവിടെ നിലനിൽക്കാൻ പോകുന്നില്ല. അദ്ദേഹം നിർഗുണനാണ്, യോഗേശ്വരനാണ്. പക്ഷെ ആര് വേണം? ധനുസ്സു ധരിച്ച പാർത്ഥൻ കൂടി അദ്ദേഹത്തോടൊപ്പം ചേരണം. ധനുസ്സു ധരിച്ചതെന്ന് പറഞ്ഞാൽ യുദ്ധോത്സുകനായ, യുദ്ധസന്നദ്ധനായ, ക്ഷാത്രവീര്യമുള്ള ആ ഒരു വ്യക്തിത്വം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ധർമ്മം നിലനിൽക്കൂ എന്ന് പഠിപ്പിച്ച മഹാഗ്രന്ഥമാണ് ഭഗവത്ഗീത. അതാണ് മഹാഭാരതം.